കുടജാദ്രിയിൽ കുടചൂടുമാ കോടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു, എന്നെ പുണരുന്നു, രാഗസാന്ദ്രമാണീ പ്രണയം. പ്രപഞ്ചത്തിൻ്റെ താളമാണ് പ്രണയം. അതെ, ആ പ്രപഞ്ചതാളത്തിലേക്കുള്ള വാതായനമാണ് ഓരോ അറിവും. ഇന്നു നാം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൊമേഴ്സിനെ കുറിച്ചുള്ള അറിവുകളാണ്. കൊമേഴ്സിനെ കുറിച്ചുള്ള അറിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ വിഷയത്തോട് തന്നെ ഒരു പ്രണയം തോന്നിയേക്കാം. Commerce is the distribution area of business. We have already seen what is industry and its components. This industrial activity will be meaningful only when it is supplemented with commercial activities. കൊമേഴ്സ് സിംപ്ലി മീൻസ് ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡും അതിൻ്റെ അനുബന്ധ സഹായ സേവനങ്ങളും ചേരുമ്പോഴാണ് കൊമേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ കൊമേഴ്സിനെ കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുക എന്ന് പറഞ്ഞാൽ ട്രേഡിനെ കുറിച്ച് വിശദമായി പഠിക്കുക, അതുപോലെ തന്നെ ട്രേഡിനെ സഹായിക്കുന്ന അനുബന്ധ സേവനങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. Trade means buying and selling of goods. It helps the movement of goods from the producers to the consumers. അതായത് ഉൽപ്പാദകരിൽ നിന്നും സാധനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിന് ട്രേഡ് സഹായിക്കുന്നു. ട്രേഡ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺസ്. അതായത് ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയ്ക്ക് ഒരു തടസ്സമുണ്ട് സാധനങ്ങൾ എത്തുന്നതിന്, അതിന് സഹായിക്കുന്നത് ട്രേഡാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ട്രേഡ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺസ്. ട്രേഡ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഹോം ട്രേഡ് ആൻഡ് ഫോറിൻ ട്രേഡ്. അതായത് ട്രേഡിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഹോം ട്രേഡ് എന്നും രണ്ടാമത്തത് ഫോറിൻ ട്രേഡ് എന്നും. ഹോം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് അകത്ത് നടക്കുന്ന ട്രേഡിനെയാണ് ഹോം ട്രേഡ് എന്ന് പറയുന്നത്. സോ ഹോം ട്രേഡ് ടേക്സ് പ്ലേസ് വിത്തിൻ എ കൺട്രി. ദാറ്റ് മീൻസ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ ദ സെയിം കൺട്രി. ഓക്കെ, അതാണ് ഹോം ട്രേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രേഡ് ടേക്കൺ പ്ലേസ് ബിറ്റ്വീൻ കൺട്രീസ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിനെയാണ് എന്ത് പറയുന്നത്, ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഹോം ട്രേഡ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. നമുക്ക് ഹോം ട്രേഡിനെ, അതായത് ആഭ്യന്തര കച്ചവടത്തിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം, ഹോൾസെയിൽ ട്രേഡ് എന്നും റീറ്റെയിൽ ട്രേഡ് എന്നും. ഹോൾസെയിൽ മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്. ദാറ്റ് മീൻസ് ബൈയിങ് ഗുഡ്സ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെൽസ് ദം ടു ദി റീറ്റെയിലേഴ്സ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്. ദാറ്റ് ഈസ് ഹോൾസെയിൽ ട്രേഡ്. അതേസമയം റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ കുറഞ്ഞ അളവിൽ കൺസ്യൂമേഴ്സിന് നേരിട്ട് വിൽക്കുന്നതാണ് റീറ്റെയിൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇൻ റീറ്റെയിൽ ട്രേഡ് ഗുഡ്സ് ആർ ഡയറക്റ്റ്ലി സോൾഡ് ടു കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇനി ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ട്രേഡാണ് ഈ എക്സ്റ്റേണൽ ട്രേഡ്, ഫോറിൻ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ ട്രേഡിൽ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിൽ, ഇൻ്റർനാഷണൽ ട്രേഡിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ട്രേഡ് ഉണ്ട്. ഒന്ന് എക്സ്പോർട്ട്, രണ്ടാമത്തെ ഇമ്പോർട്ട് ട്രേഡ് ആൻഡ് എൻറിപ്പോർട്ട് ട്രേഡ്. അങ്ങനെ 3 എണ്ണമാണ്: എക്സ്പോർട്ട് ട്രേഡ്, ഇമ്പോർട്ട് ട്രേഡ് ആൻഡ് എൻറിപ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ട്രേഡ് മീൻസ് സെല്ലിംഗ് ഗുഡ്സ് ടു അതർ കൺട്രീസ്. സെല്ലിംഗ് ഗുഡ്സ് ടു അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ വിൽക്കുന്നതാണ് എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്ന സമയത്ത് ബൈയിങ് ഗുഡ്സ് ഫ്രം അതർ കൺട്രീസ് ടു അവർ കൺട്രി, അതാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എൻറിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യും, പക്ഷേ അത് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ട്രേഡിനെയാണ് എൻറിപ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം അതർ കൺട്രീസ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പോർട്ടിംഗ് ടു സം അതർ കൺട്രീസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എൻറിപ്പോർട്ട് ട്രേഡ്. ഓക്കെ, ഇങ്ങനെ എക്സ്റ്റേണൽ ട്രേഡിനെ, ഇൻ്റർനാഷണൽ ട്രേഡിനെ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കാം: എക്സ്പോർട്ട് ട്രേഡ്, ഇമ്പോർട്ട് ട്രേഡ് ആൻഡ് എൻറിപ്പോർട്ട് ട്രേഡ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഓക്സിലറീസ് ടു ട്രേഡാണ്. ട്രേഡ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് മറ്റ് സപ്പോർട്ട് സർവീസുകളുടെ ആവശ്യമുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ഇത്തരം സപ്പോർട്ട് സർവീസുകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സർവീസാണ് ബാങ്കിങ്, മറ്റൊരു സർവീസാണ് ട്രാൻസ്പോർട്ട്, മറ്റൊന്നാണ് ഇൻഷുറൻസ്, മറ്റൊന്നാണ് വെയർഹൗസിങ്,
മറ്റൊന്ന് അഡ്വർടൈസിങ്. ഈ 5 സർവീസുകൾ കൂടെ ചേരുമ്പോഴാണ് ട്രേഡ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഈ ട്രേഡ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ 5 സർവീസുകളെ നമ്മൾ കോമൺ ആയി ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. നേരത്തെ ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പം ഈ സർവീസുകൾ നമ്മൾ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടെർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു. ഇവിടെ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നു. ട്രേഡ് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ റിമൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതുപോലെ ബിസിനസ്സിൽ ട്രേഡിൽ ധാരാളം ഹിൻഡ്രൻസുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഹിൻഡ്രൻസാണ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതൊരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രേഡ് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പണം ആവശ്യമാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സം തന്നെയാണ്. ആ തടസ്സം ഇല്ലായ്മ ചെയ്യുന്നത് ബാങ്കാണ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ബാങ്ക് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. അതായത് ബാങ്ക് നമുക്ക് ആവശ്യമുള്ള പണം നമുക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി വായ്പയായിട്ട് തരുന്നു. Let us see what is transport. Transport removes the hindrance of place. The various goods produced in different parts of the country reaches in the hands of consumers with the help of transport. We can say that transport ensures movement of goods from one place to another. In other words, transport creates place utility. അടുത്തത് വെയർഹൗസിംഗ്. പ്രൊഡക്ഷൻ ഈസ് ഡൺ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഡിമാൻഡ്. അതായത് നമ്മളെപ്പോഴും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഭാവിയിൽ ഡിമാൻഡ് പ്രതീക്ഷിച്ചും കൊണ്ടാണ്. സോ ഡിമാൻഡ് റൈസ് ചെയ്യുന്നത് വരെ ദിസ് ഗുഡ്സ് ഹാവ് ടു ബി കെപ്റ്റ്. ആ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കണം. ഓക്കെ, ഇത് ഒരു ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിൻഡ്രൻസ് തന്നെയാണ്. സോ വെയർഹൗസസ് റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് ടൈം. ആ സമയത്തിൻ്റെ പ്രശ്നം, ആ സമയം എന്നുള്ളൊരു തടസ്സം വെയർഹൗസ് ഇല്ലായ്മ ചെയ്യും. ബിസിനസ് ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. ഏതൊരു ബിസിനസ്സിലും റിസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഹിൻഡ്രൻസ് ആണ്. ആ ഹിൻഡ്രൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ഉള്ളത്. ഒരു നിശ്ചിത തുക പ്രീമിയമായി നൽകിക്കൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പോളിസി എടുത്തുകൊണ്ട് ഒരു ബിസിനസ്സിന് തങ്ങളുടെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇൻഷുറൻസ് ഈസ് എ ഫാക്ടർ which minimizes the hindrances of risk. Now let us see advertisement. In simply, advertisement removes the hindrance of knowledge. ഒരുപാട് പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റുകളൊക്കെ കൺസ്യൂമറിലേക്ക് അറിയിക്കുന്ന ഒരു മാധ്യമമാണ് പരസ്യം അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിന് ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സെല്ലേഴ്സ് ആരാണെന്നോ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ ഹിൻഡ്രൻസ് ഓഫ് നോളേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഹിൻഡ്രൻസ് ഓഫ് നോളേജ് ഓവർകം ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. വളരെ പ്രണയാർദ്രമായ ഒരു ഗാനത്തോടെയാണ് ഇന്ന് നമ്മൾ തുടങ്ങിയത്. ട്രേഡ് കൊമേഴ്സിൻ്റെ ന്യൂക്ലിയസാണ്. ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും ചേരുമ്പോഴാണ് കൊമേഴ്സിൻ്റെ സമ്പൂർണ്ണത കൈവരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.